നമ്മുടെ ഒരു പുള്ളിയുടെ ഇലവേഴ പൂഞ്ചിറയില്ലേ, അതിന് നമ്മുടെ അവസാനം നമുക്കൊരു മനസ്സിൽ വിലക്കുന്ന ഒരു സീൻ പോലെ തന്നെ അവസാനത്തെ ഇതും അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് പുള്ളി പടം ചെയ്തിട്ടുണ്ട്. ഒരു ഒറ്റ രാത്രിയിലത്തെ ഒരു കഥയാണ് കാണിക്കുന്നത്. പോലീസ് റോന്തിൻ്റെ പല ഇൻസിഡൻറ്റ് നന്നായിട്ട് പടം പുള്ളി പഠിച്ചാണ് പടം ചെയ്തിരിക്കുന്നത്. ഒരു പോലീസുകാരൻ്റെ ആയതുകൊണ്ട് പുള്ളി അതുപോലെ പോലീസ് കഥ അതുപോലെ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഉഗ്രം പടം. അതാ പറയുക, അവസാനം നമ്മളൊരു ഇമോഷൻ ആക്കുക പടം. അവസാനത്തെ ഒരു സീൻ നമ്മളെ ഇലവേഴ പൂഞ്ചിറയുടെ അവസാനം പോലെ തന്നെ നമ്മുടെ ഒരു മനസ്സിനെ ഉലയ്ക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. കുഴപ്പമില്ല, ഉഗ്രം പടം. അടിപൊളി. പടം കഴിഞ്ഞിട്ട് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോരാൻ പറ്റുന്നില്ലായിരുന്നു. ആ ഒരു ഫീലിങ്സാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് റിയൽ ലൈഫ് പോലീസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ പറയാം. പോലീസുകാരുടെ ലൈഫാണ് പറഞ്ഞു പോകുന്നത്. പോലീസുകാർക്ക് ഒരു ജീവിതം ഉണ്ടെന്നും അവർക്കും കുടുംബങ്ങളുണ്ടെന്നും അവർക്ക് ഇമോഷൻസ് ഉണ്ടെന്നാണ് പടം പറഞ്ഞു പോകുന്നത്. ഷാഹിദ് കബീറിൻ്റെ ബെസ്റ്റ് മൂവി എന്ന് തന്നെ പറയാം. അത് ഇലവിഴാം പൂഞ്ചിറയ്ക്ക് ശേഷം പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്. പിന്നെ സ്ക്രിപ്റ്റ് ലാസ്റ്റ് വന്നിരിക്കുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി സൂപ്പർ മൂവിയായിരുന്നു. സോ ത്രില്ലർ മൂവീസ് ഇഷ്ടമുള്ളവർക്ക് മസ്റ്റായിട്ട് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയൊരു പടം തന്നെ ആയിരിക്കും റോന്ത് എന്നുള്ളത്. റോഷനും അതുപോലെ തന്നെ ദിലീഷ് പോത്തനും അസാധ്യ പെർഫോമൻസ് ആണ്. ഒരു ഇമോഷണൽ കണക്റ്റഡ് ആണ്. അവരുടെ പോലീസുകാരുടെ ലൈഫാണ് പക്കായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ത്രില്ലർ എക്സ്പീരിയൻസ് കിട്ടും. ദിലീഷ് പോത്തൻ റോഷനോട് കോമ്പോസിൻസ് അടിപൊളിയാണ്. അവർ നല്ല കണക്റ്റാണ്. അപ്പോൾ അത് അവർ നമ്മളുള്ള ഇമോഷണലുള്ള തർക്കങ്ങളും ഇഷ്ടങ്ങളും എല്ലാം കറക്റ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ പറ്റിയ പോലീസുകാരുടെ ലൈഫാണ്. അവർക്ക് ഇമോഷൻസ് ഉണ്ടെന്ന് പടം പറഞ്ഞു പോകുന്നുണ്ട്. നല്ല പടം. ഗംഭീര മൂവിയാണ്. നമുക്കറിയത് ഷാഹിദ് കബീറിൻ്റെ പോലീസ് സ്റ്റോറികൾ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത സിനിമ ഇലവിഴ പൂഞ്ചിറ പോലീസ് സ്റ്റോറിയാണ്. ഈ സിനിമ റൈറ്റർ ആൻഡ് ഡയറക്ടർ അങ്ങനെയാണ്. നമ്മൾ പോലീസുകാരുടെ ലൈഫിലേക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് കടന്നു ചെല്ലുന്ന ഒരു സിനിമയാണ്. വളരെ ഇമോഷണലി ടച്ചിങ് ആണ്. അതുപോലെ തന്നെ എടുത്തു പറയുന്നതാണ് ദിലീഷ് പോത്തൻ്റെയും റോഷൻ്റെയും പ്രകടനം അതിഗംഭീരമാണ് ഈ സിനിമയിൽ. അപ്പോൾ നമ്മൾ ഇത്രയധികം പോലീസ് സ്റ്റോറികൾ കണ്ടിട്ടും ഇങ്ങനെ ഒരു നൈറ്റ് പെട്രോളിങ്ങിന് പോകുന്ന രണ്ട് പോലീസുകാർ അവർ ഫേസ് ചെയ്യുന്ന ഇൻസിഡൻസും എല്ലാം കൊണ്ട് വളരെ റിയലിസ്റ്റിക് ആണ് സിനിമ. അപ്പോൾ ക്ലൈമാക്സ് അവസാനത്തെ ഒരു 20 മിനിറ്റ് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ വളരെ ഇമോഷണലി ഹോണ്ടിങ് ആണ്. സിനിമയുടെ ക്ലൈമാക്സും അങ്ങനെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോലീസ് സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോൾ ഷാഹിദ് കബീറിൻ്റെ പേര് കണ്ട് ഈ സിനിമയ്ക്ക് വരുന്നവർ ഒരിക്കലും നിരാശപ്പെടുത്തേണ്ടി വരില്ല. ഇത് നായാട്ട് പോലെ ജോസഫ് പോലെ മറ്റൊരു അതിഗംഭീര പോലീസ് സ്റ്റോറിയാണ് റോന്തും വന്നിരിക്കുന്നത്. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സ്റ്റോറിയും ഒരു നൈറ്റ് പെട്രോളിങ് നടക്കുന്ന കഥ അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ക രണ്ടുപേരെ ആക്ടിങ്, റോഷനും ദിലീഷ് പോത്തൻ്റെ ആക്ടിങ് അടിപൊളിയാണ്. പക്ഷേ ദിലീഷ് പോത്തൻ എൻ്റെ പൊന്നോ ഫട്ടെ സൂപ്പർബായിട്ടുണ്ട്. ഭയങ്കര നല്ല ആ ക്യാരക്ടറൊക്കെ സൂപ്പറായിട്ടുണ്ട്. ആൻഡ് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ക്ലൈമാക്സ് കൂടിയായിരുന്നു. സോ ഭയങ്കര ഒറിജിനൽ ലൈക്ക് ഒരു പക്ക റിയലിസ്റ്റിക് ആയിട്ടുള്ള പടം. പോലീസ് മൂവി ആക്ഷനൊന്നുമല്ല, സ്ലോ പേസ്ഡ് ആണ്, പക്ഷേ എൻഗേജിങ് ആണ്. സൂപ്പറായിട്ടുണ്ട്. റൈറ്റർ പൊളിച്ചു. നല്ല എക്സ്പീരിയൻസ്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര ഇമോഷണൽ ആവുമെന്ന്. സോ വെരി നൈസ് മൂവി. പ്ലീസ് ഗോ വാച്ച്. ഫാമിലിയോടെ പോയി കാണൂ ഈ പടം. ഇറ്റ്സ് ടു ഗുഡ്. പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യണം, ഫീൽ ചെയ്യണം. എല്ലാവരും ഇത് അവരുടേതായ ഒരു ഇമോഷണൽ ജേർണി കാണൂ. ഇതിൽ തീർച്ചയായിട്ടും പോയി കാണൂ. താങ്ക് യു. ഞാൻ ഒന്നല്ല കണ്ട രക്തസമേതം എന്താണ് ബന്ധുമിത്രകൾ അതാ കണ്ടത്. ഒന്ന് കാണുന്നുണ്ട്. രക്തസമേതം എന്നോട് ആക്ടർ എന്താണ് പേര് നോബി വന്നു കാണണം, അതുകൊണ്ട് അത് കണ്ടു. നല്ല ഫിലിമാണ്. നിങ്ങൾ രോന്തിൻ്റെ ആൾക്കാരല്ലേ? ഓക്കെ.